ഇന്ന് ചെയ്യാൻ പോകുന്നത് റാഫെല്ലോ ബോൾസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാഫർ കപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിന് 45 രൂപയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം തൊലികൾ തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുത്തിട്ടുണ്ട്. ആദ്യം ഇതേപോലെ ഓരോ കപ്പിലേക്കും വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. അതിന് നടുവിലായിട്ട് ബദാം പീസ് വെച്ച് കൊടുക്കുക. ഇനി വേറൊരു കപ്പ് എടുത്ത് അതിൽ പ്ലെയിൻ ആയിട്ട് ചോക്ലേറ്റ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതേപോലെ ഓരോ പീസും ചെയ്തെടുക്കാം. ബദത്തിൻ്റെ തൊലി കളയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോന്നും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ബദാം വെച്ച പീസും ഒരു പ്ലെയിൻ ആയിട്ടുള്ള പീസും എടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം രണ്ടും കൂടി ഇതേപോലെ ബോളിൻ്റെ രൂപത്തിലാക്കാം. എന്നിട്ട് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചോക്ലേറ്റ് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കണം. ബാക്കിയുള്ള പീസും ഇതേപോലെ ചെയ്തെടുക്കാം. ഈ വാഫർ കപ്സ് ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ എല്ലാ ബോളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. അതിനുശേഷം ഓരോ ബോളും ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബോളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി പുറത്ത് വെച്ചാൽ തന്നെ ഇത് സെറ്റായിക്കോളും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഫെല്ലോ ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.